ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ ഇന്നത്തെ വീഡിയോയിലും SI മൊബൈൽ തന്നെയാണ് കളിക്കുന്നത്. മാത്രമല്ല ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത വീഡിയോയിൽ നമ്മുടെ ബെക്കാമിൻ്റെ സ്വിച്ച് എൻ്റെ ആവുന്നത് ഗൈസ്. നമ്മുടെ ബെക്കാമിൻ്റെ സ്വിച്ച് ആണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തോടെ നമ്മുടെ ബെക്കാമിൻ്റെ ചാപ്റ്റർ 3 ഇന്നത്തോടെ ഗൈസ് എന്തായാലും എൻ്റെ ആവുന്നതായിരിക്കും. എൻ്റെ ആവാൻ നോക്കാമെന്നല്ല ഗൈസ്, എൻ്റെ ആവും. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഗൈസ്, നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും കളി തുടങ്ങാം. ഓക്കെ, ഇന്ന് ഗൈസ് നമ്മൾ 2 മാച്ചാണ് കളിക്കുന്നത്. എന്താ ഗൈസ് പറയുക, 2 മാച്ച് കളിച്ചിട്ട് യെസ് ഗൈസ്, തുടക്കം തന്നെ ഒരു ഗോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നെന്തായാലും നമ്മുടെ ചാപ്റ്റർ 3 എൻഡാവും. അതിൻ്റെ ഒരു ചെറിയ വിഷമത്തിലാണ് ഗൈസ് ഞാൻ. ഗൈസ്, അത്ര വലിയ വിഷമമൊന്നുമില്ല, എന്നാലും നമ്മുടെ ഗിഫ്റ്റ് നോക്കൊന്നുമില്ല ഗൈസ്. മഷീർ എന്തോ ആയിരുന്നു കിട്ടുന്നത്, ഏതാ പ്ലെയറിനെ ആയിരുന്നു, ഞാൻ മറന്നുപോയി ഗൈസ് എന്തോ കിട്ടുന്നത് ഇതിനകത്തിന്. കുഴപ്പമില്ല, ഗിഫ്റ്റല്ലേ, നമുക്കത് വാങ്ങിച്ചല്ലേ പറ്റൂ. എല്ലാ ഗൈസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യമാണ് ഗൈസ്. ഇതൊരു ഐഡിയ ആണ്. ഇപ്പം ഞാനൊരു ഐഡിയ കൊണ്ട് ഇപ്പോൾ ഗോൾ അടുപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഞാൻ വിചാരിക്കുന്നുണ്ട് നടക്കുന്നുണ്ടോ നോക്കാം ഗൈസ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ പ്ലാൻ. ഓക്കെ, യെസ്, എടാ വിചാരിക്കണ പോലെ നടക്കുന്നുണ്ട്. ഇതുവരെ നമ്മുടെ പ്ലാന് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഓക്കെ, അയ്യോ എടാ, നമ്മുടെ പ്ലാൻ ഫെയിലായി. അയ്യോ ഗൈസ്, നമ്മുടെ പ്ലാൻ ഫെയിലായി. കുഴപ്പമില്ല ഗൈസ്, നിങ്ങൾക്ക് അറിയാമല്ല, നമ്മളിപ്പോൾ 2 മാച്ച് കളിക്കാറായി ഗൈസ്. ഇപ്പോൾ നമ്മൾ 1 മാച്ച് തീർത്തിട്ടുണ്ട്, 1 മാച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതുപോലെ യുവർ നെയിം ജസ്റ്റ് കമൻറ്റ് ബിലോ ഇൻ ദിസ് വീഡിയോ. യെസ് ഗൈസ്, അപ്പം നിങ്ങളുടെ പേരും കൂടെ ജസ്റ്റ് ഒന്ന് താഴെ ഇവിടെ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ്, മഷിരോ എന്ന് പറഞ്ഞൊരു പ്ലെയറിന് കുറച്ച് കോയിൻസ് കിട്ടുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ആ പ്ലെയറിന് എന്തിനാണ് നമുക്ക് പിന്നെയും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അതെനിക്കൊരു 5-6 ടോൺ ഇരിപ്പുണ്ട് ഗൈസ്. നമ്മളെ റിസർവിൽ പോയി നോക്കുകയാണെങ്കിൽ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, ഓക്കെ, നമ്മുടെ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും കളി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഫസ്റ്റ് തന്നെ പ്ലാൻ എടുക്കണ്ട. ഫസ്റ്റ് നമ്മൾ ചുമ്മാ കളിച്ചൊരു ഇതുണ്ടാക്കാണ്. അല്ല വേണ്ട ഗൈസ്, പ്ലാൻ ഇടാം. ഓക്കെ, ഓക്കെ, അയ്യോ ചെറുതായിട്ട് പാളിപ്പോടാ ആ പ്ലാൻ. കുഴപ്പമില്ല. അയ്യോ ചെറുതായിട്ട് പാളിപ്പോയി ഗൈസ്. നമ്മുടെ പ്ലാൻ എ ഇവിടെ വെച്ച് ക്ലോസ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് പ്ലാൻ ബി ഒന്ന് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ ടാസ്ക് കുറച്ച് നാളും കൊണ്ട് നടക്കുവാണ് ഗൈസ്. നമ്മുടെ ഗോളിയെ കൊണ്ട് ഗോൾ അടുപ്പിക്കാനുള്ളത്. നമ്മളാ ടാസ്ക് തീർക്കാൻ ഇപ്പോൾ ഞാൻ ഈ മാച്ച് എന്തായാലും ആ ടാസ്ക് തീർക്കുന്നില്ല. ബിക്കോസ് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലത്തെ കിടിലൻ പ്ലേയേഴ്സാണ്. അവന്മാരെന്തായാലും വാങ്ങിച്ച് ഗോൾ അടിക്കും ഗൈസ്. എന്നാലും കിടുക്കൻ പ്ലെയർ ആരാന്ന് പറഞ്ഞാലും നമ്മളങ്ങനെ ആരെയും പേടിച്ചെങ്കിൽ ഗൈസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അവന്മാരുടെ ടച്ചില്ലേ ഗൈസ്, ഉണ്ട്. നമ്മളങ്ങനെ ആരെയും പേടിച്ച് നിൽക്കാൻ പാടില്ല ഗൈസ്.
Yes guys. Yes, now stop trying guys. Yes guys. നമ്മൾ ഗിവ് അപ്പ് ചെയ്യും. ഒരിക്കലും സ്റ്റോപ്പ് ട്രൈയിങ്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ട്രൈയിങ് ഒരിക്കലും നിർത്തരുത്. ചെയ്തുകൊണ്ടേ ഇരിക്കണം. എങ്കിലും അത് ഒരിക്കലെങ്കിലും സിമ്പിൾ ഗോൾ ഞാൻ അവന്മാർക്ക് കൊടുത്തു ഗൈസ്. കുഴപ്പമില്ലാത്ത കാര്യമാണ്. അത് വിഷയമില്ല. റിവെഞ്ച് നമുക്ക് എടുക്കണം. ഗൈസ് പണി ചെറുതായിട്ട് പാളിപ്പോയെങ്കിലും കുഴപ്പമില്ല. ഇവന്മാരൊന്ന് വീഴ്ത്തണമല്ലോ ഗൈസ്. നമ്മുടെ ജച്ചുണ്ട്. അമ്മാറ തുറയാണ്. അല്ല, അമ്മാറ ജച്ചുണ്ട്. ഗൈസ് നിങ്ങൾ കണ്ടോ? ഇതിൻ്റെ റിവെഞ്ച് ഞാൻ ഈ മാച്ച് എടുക്കുന്നുണ്ടോ? നോശ കൊണ്ടോടാ. നമ്മുടെ ആ പാസ് ഉണ്ടായിരുന്നു. നിങ്ങൾ കിടിലം പാസ്സല്ലായിരുന്നു. What a chance guys. ഓക്കെ, ഇവിടെ 90 ആടാ ടൈം. റിവെഞ്ച് എടുക്കാനായിട്ട് പറ്റിയതുമില്ല. അല്ല, റിവെഞ്ച് എടുക്കല്ലേ. ഇപ്പോൾ 1-1. അയ്യോ, 3-3 അല്ലേ? സെയിം അല്ലേ? നമുക്ക് റിവെഞ്ച് എടുക്കാം. റിവെഞ്ച് എടുക്കാൻ പറ്റുമല്ലോ. നമ്മളെന്തിനാണ് വെറുതെ ഇരുന്ന്? നോ ഫൗളാണ് ഗേസ്. നോ ഫൗളാണ്. ഞാൻ അവനെ എന്താണ് യൂസ് ചെയ്തത്? ഞാൻ അവനെ ടാക്കിളല്ലേ ചെയ്തുള്ളൂ. അവനെ വീണെന്ന്. ഇപ്പം അവന്മാരത് ചെയ്തിരുന്നെങ്കിൽ ഒരു ഫൗളും വരത്തില്ലായിരുന്നു. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടാണ് ഗേസ്. ഓക്കെ, അങ്ങനെയാണ്. നമുക്കിതൊക്കെ ഇത്രയും വർഷം കൊണ്ട് നമ്മൾ FC മൊബൈലിൽ കളിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും വിഷയമില്ല. കുഴപ്പമില്ല. നമുക്കതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, നിസ്സാര കാര്യങ്ങൾ. ഗൈസ്, നിങ്ങൾക്കറിയാവോ എനിക്ക് ഈ പ്ലേയേഴ്സിനെല്ലാം എങ്ങനെ കിട്ടിയെന്ന്? നിങ്ങളപ്പോൾ വിചാരിക്കും ഞാൻ ഈ FC മൊബൈലിൽ കളിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ വീഡിയോ എടുക്കാൻ പറ്റും. അല്ല ഗൈസ്, ഞാൻ കുറച്ച് വർഷം കൊണ്ടേ ഞാൻ തുടങ്ങിയതാണ്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇടാനെങ്കിൽ നമ്മളിനി അവിടുന്ന് ഒരു ഭയങ്കര ടൈം എടുക്കില്ലേ. അതാണ് ഗേസ്, ഞാനിത് ഈ ഗെയിം തുടങ്ങിയപ്പോഴേ എടുക്കാൻ. കുഴപ്പമില്ല ഗേസ്. ഇതോടെ കഴിഞ്ഞ ഗേസ് നമുക്ക് പെനാൽറ്റിയാണ്. ആരും ജയിച്ചില്ലെങ്കിൽ മാത്രം. അവിടെ ഇവന്മാർ ഗോളടിക്കുമെന്ന് തോന്നല്ലോ. ഓക്കെ ഗേസ്. അതെങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? കൊള്ളാമെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക ഗൈസ്. ഗൈസ്, നമ്മുടെ ടാർഗറ്റ് നിങ്ങൾക്കറിയാമല്ലോ 1K ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സാണ് ഞാൻ. അപ്പോൾ ഗൈസ്, നിങ്ങൾ വേണം അത് 1K ആക്കാൻ ഗൈസ്. അതുപോലെ നമ്മുടെ ലൈക്ക് ചെയ്തപ്പം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ ഗൈസ്, പെനാൽറ്റി. ഓക്കെ, മോശമാണ്.
നമ്മൾ ഈ പെനാൽറ്റി നമ്മൾ ജയിച്ച, പക്ഷേ ഇത് നമ്മളെ ജയിക്കുള്ളൂ. ഇനി അവന്മാർക്ക് അന്നത്തെ കൂട്ടൊന്നും നമ്മളെ വിട്ടു കൊടുക്കണില്ല ഗൈസ്. ഇനി മുതൽ ഞാൻ പറയാമല്ലോ, വിട്ടു കൊടുക്കണ പരിപാടിയില്ല. നമുക്ക് എത്ര ഉള്ളൂ? ഓക്കെ ഓക്കെ ഗൈസ്, ഓക്കെ. ഇവന്മാരെയാണ് കൺഫ്യൂസ് അടിക്കട്ടെ ഗൈസ്. ഇപ്പം ഇവന്മാർ ഇങ്ങോട്ടല്ലേ അടിച്ചത്, അപ്പം ഇങ്ങോട്ട് തന്നെ. അവിടെ ഞാൻ അങ്ങോട്ട് തന്നെ വിട്ടത്, അത് അറിയാതെ പോയി. നേരെ വിട്ടു നോക്കാം. എടാ എടാ അത് എങ്ങനെയാണോ പോയടാ, നമുക്കൊരു മിസ്സായി ഗൈസ്. നമ്മൾ ഈ മാച്ച് തോട്ടറാ തോറ്റി. എടാ എടാ നമ്മൾ പിടിച്ചടാ. ഇനിയും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓ, അതവൻ്റെ കൈ തട്ടിയായിരുന്നു, എന്നാലും ഗോളായി. വി വിൻ ദ ഗെയിം ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. ആ തോറ്റ് ഗൈസ് ഇത് അടിക്കുവാണെങ്കിൽ ഗൈസ് നിങ്ങളെനിക്ക് 10K ലൈക്സ് വേണം ഗൈസ്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. യെസ് ഗൈസ്, നമ്മളങ്ങനെ ജയിച്ചിരിക്കുന്നു ഗൈസ്. യെസ് ഡാ, സീന്. അങ്ങനെ ഗൈസ് നമ്മുടെ ഒരു നല്ല ഗുഡ് എൻഡിങ്ങോടെ നമ്മുടെ ചാപ്റ്റർ 3 ഞാനിവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ് ഗൈസ്. നമ്മുടെ ബെക്കമിൻ്റെ ചാപ്റ്റർ 3. ഓക്കെ ഗൈസ്, എന്തായാലും നല്ല നമ്മുടെ ചാപ്റ്റർ 2ൻ്റെ അത്ര വിഷമം നമുക്ക് ചാപ്റ്റർ 3 എൻ്റെ ആയപ്പോഴില്ലായിരുന്നു. എന്നാലും നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു, നല്ല സ്പീഡിലാണ് പോയത്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ ഗിഫ്റ്റ് ഒന്ന് വാങ്ങിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇതുവരെയായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ 3 കണ്ടവർക്കെല്ലാം ബിഗ് താങ്ക്സ്. ഓക്കെ ഗൈസ്, ഇത് ഇങ്ങനെയാണെന്ന് റെഡ് കിടക്കാണ്, അറിഞ്ഞൂടാ അതെന്താണ്. കുഴപ്പമില്ല. ഇനി നമുക്ക് ചാപ്റ്റർ 4 ആണ് ഗൈസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. യെസ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിലും നമ്മുടെ ചാപ്റ്റർ 4 കുറേ ഉണ്ടോ, അപ്പോൾ പെട്ടെന്ന് തീർക്കണം. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ വെച്ച് ലോങ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 3 മാച്ചായിരിക്കും ഗൈസ് കളിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ ചിലപ്പോഴേ 3 മാച്ച് കളിക്കാൻ ചാൻസ് ഉള്ളൂ, നമുക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഗൈസ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. മാത്രമല്ല ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഗുഡ് എൻഡിങ് ആയിരുന്നു. ബിക്കോസ് നിങ്ങൾക്ക് അറിയാമല്ലോ, പെനാൽറ്റി പോയിട്ട് നമ്മൾ തന്നെയാണ് ഗൈസ് വിന്നായത്. അപ്പോൾ ഗൈസ് എനിക്കൊന്നും പറയാനില്ല. അപ്പം നിങ്ങൾ അടുത്ത വീഡിയോ എന്തായാലും മസ്റ്റായിട്ടും കണ്ടേ പറ്റും ഗൈസ്. ബിക്കോസ് നിങ്ങൾക്കറിയാമല്ലോ, അടുത്ത വീഡിയോ നമ്മുടെ ചാപ്റ്റർ 4ൻ്റെ എന്താണ് ഗൈസ് പറയുന്നത്, ബിഗിനിങ് ആണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ഇട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ ബൈ.